ഹലോ. ആ ആ ആയോ? ഒരു ഹലോ പറഞ്ഞോട്ടെ എനിക്ക്. ഹലോ. അത് കൊള്ളാലോ. ഇത് ഞാനാ വിപിൻ. മനസ്സിലായേ. എന്താണ് ഡോക്ടർ സാർ? അല്ല, പെട്ടെന്നൊരു ചോദ്യം തന്നോട് ചോദിക്കണമെന്ന് തോന്നി, അതാ വിളിച്ചത്. ആ അത് കൊള്ളാം. ജനറൽ നോളജ് വല്ലതാണെങ്കിലേ ഞാൻ ഇത്തിരി പുറകോട്ട. ജനറൽ നോളജ് ഒന്നും അല്ല, ജീവിത നോളജാ. അതെന്ത് സംഭവം? അല്ല, കഥയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആണല്ലോ, പ്രവീണും ദിവ്യപ്രഭയും തമ്മിലുള്ള കല്യാണം. അതിന് ഇയാൾക്ക് ഭയമുണ്ടോന്നറിയാനായിട്ട്. അവര് കല്യാണം കഴിക്കുന്നതിന് ഞാൻ എന്തിനു ഭയക്കണം? അതല്ല, ഒരു ശത്രു സ്വന്തം കുടുംബത്തിലേക്ക് വരുമ്പോ ഭയമുണ്ടോന്നാ ചോദിച്ചത്. ശത്രു വരട്ടെ, ശത്രുവിനെ നേരിടാൻ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. അതുകൊള്ളാം. തനിക്ക് ടെൻഷനൊന്നുമില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ആശങ്കകളോ ടെൻഷനോ ഒന്നുമില്ല. ഓരോരുത്തരും അവരവരുടെ ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. ജീവിതങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടരുതെന്നേ ഉള്ളൂ. ഇയാളുടെ ഈ വാക്കുകൾ എനിക്ക് തന്നൊരു ആശ്വാസം വളരെ വലുതാണ് കേട്ടോ. താങ്ക്സ്. താങ്ക്സ് വേണ്ട, ചോക്ലേറ്റ് മതി. എത്ര ചോക്ലേറ്റാ വേണ്ടത്? അതിപ്പോ ചോദിച്ചു വാങ്ങേണ്ടതാണോ? അത് തരുന്നവരുടെ മനസ്സല്ലേ. ആണോ? എന്നാലേ മനസ്സെന്നങ്ങ് തന്നേക്കാം. ആയിക്കോട്ടെ, സ്നേഹപൂർവ്വം ഞാനത് സ്വീകരിച്ചോളാം. എന്നാ ശരി. ഓക്കെ ഓക്കെ, ബൈ. മതി, ഇത്രയും പേരെ ക്ഷണിച്ചാ മതി. ആ, സമൂഹത്തിലെ VIP എല്ലാം ഉണ്ട്. ഇതാ എടി, എന്നാൽ ഒരു ജസ്റ്റിസിന്റെ മോൻ എന്റെ മരുമോനാവെന്ന് പറഞ്ഞാ അതൊരു ചെറിയ കാര്യമാണോ? ഇതിപ്പോ ഇത് തന്നെയാണല്ലോ ഏത് നേരവും പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ, ഒരുമാതിരി പട്ടാളക്കാര് തോക്ക് മിനുക്കിക്കൊണ്ടിരിക്കുന്ന പോലെ. പറയൂടി, ഇനിയും പറയും. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം സേനന്റെ മടയിലേക്ക് വന്ന് കയറുന്നത് ഒരു പുലിയാ. പുലി ജസ്റ്റിസ് കൈലാസം പരമേശ്വരൻ, കെ പരമേശ്വരൻ. പിന്നെ പുലിയുടെ മകൻ പുലിക്കുട്ടനായിരിക്കുമല്ലോ, അതൊന്നല്ലതാ. കരിങ്കൽ ക്വാറിയും ഫിനാൻസിയേഴ്സും നടത്തുന്ന എനിക്ക് ബന്ധുക്കാരനായിട്ട് ഒരു ജസ്റ്റിസിനെ കിട്ടിക്കഴിഞ്ഞ പിന്നെ ആരെയും പേടിക്കണ്ട. സേനന് അധികാരം വില കൊടുത്ത് വാങ്ങണ്ട. കാരണം അധികാരം സേനന്റെ ഷോക്കേസിൽ എങ്ങനെ ഇരിക്കല്ലേ. വേണ്ടപ്പെടുക, അത്രേ ഉള്ളൂ. ഒടുക്കത്തെ ബുദ്ധിയ സേനേട്ടന്. എടി, ഒരു വെടിക്ക് ഒരു കിളി വീണാ പോരാ, മിനിമം ഒരു 9 എണ്ണെങ്കിലും വീഴണം. അതാ സേനന്റെ ഒരു രീതി. എന്താ മോളെ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ പറയടി. നീ എന്നോടല്ലാതെ പിന്നെ ആരോടെ കാര്യം പറയണ്ടേ? വിപിൻ ചേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് അവളുടെ അച്ഛൻ ബർത്ത്ഡേക്ക് സമ്മാനമായിട്ട് ഒരു വീട് കൊടുത്തു കേട്ടു. ക്യാമ്പസിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അത്. 18ാം പിറന്നാൾ സമ്മാനമായിട്ട് അച്ഛൻ മകൾക്ക് എന്തോ വില്ല സമ്മാനിച്ചെന്നോ വീട് സമ്മാനിച്ചെന്നോ. എടി, നീ ഇത് കേട്ടോ? ഒരു വീട് അവൾക്ക് അവളുടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു. അതിന്റെ പേരില് ഇവിടെ ഒരുത്തി മുഖം പൂർപ്പിച്ചിരിക്കുക. എടി മോളെ, എന്നെ സംബന്ധിച്ച് അതൊരു കിളിക്കൂടാ, അല്ലെങ്കിൽ ഇത്തിരി കൂടി വലിപ്പം വെച്ച ഒരു പട്ടിക്കൂട്. നിനക്ക് വീട് വേണോ? എത്ര വേണം? ഞാൻ വാങ്ങിച്ചു തരാം. എനിക്ക് അച്ഛൻ പുതിയ വീടൊന്നും വാങ്ങിത്തരണ്ട. പിന്നെ എനിക്ക് വേണ്ടത് അച്ഛന്റെ പേരിൽ കുതിരപ്പന്തി വീട്ടിലുള്ള അവകാശം. നേർപകുതിയിലേറെ അവകാശം അച്ഛന് കുതിരപ്പന്തി വീട്ടിലില്ലേ? അതുണ്ട്. അതച്ഛൻ എന്റെ പേരിൽ എഴുതി തരണം, വിവാഹ സമ്മാനമായിട്ട്. എടീ, നിനക്കെന്തിനാ പഴയ വീട്? ഞാൻ പുതിയൊരെണ്ണം വാങ്ങിച്ചു തരാം, അതല്ലേ നല്ലത്.
പുതിയ വീട് വേണ്ടച്ഛ. കുതിരപ്പന്തി വീട്ടിലെ നേർപാതി അവകാശമാണ് എനിക്ക് വേണ്ടത്. ഞാൻ ചെന്ന് കയറേണ്ടിയിരുന്ന വീട്, ഞാൻ നിലവിളക്ക് കൊളുത്തേണ്ടിയിരുന്ന വീട്, ഞാൻ അടക്കി ഭരിക്കേണ്ടിയിരുന്ന വീട്. ആ വീടിന്റെ താക്കോൽക്കൂട്ടം വേറൊരുത്തിയുടെ കൈവെള്ളയിലേക്ക് പൂർണ്ണമായി പോകുന്നത് എനിക്ക് സഹിക്കില്ല. മോളെ, അതെ അമ്മേ, കുതിരപ്പന്തി വീടിന്റെ പാതി അവകാശം എനിക്കുണ്ടെങ്കിൽ എനിക്കും എന്റെ ഭർത്താവിനും ഏത് നിമിഷവും അവിടെ കയറിച്ചെല്ലാം. എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം. അവൾക്ക് മുന്നിൽ തല ഉയർത്തി എനിക്ക് നിൽക്കാം. എന്റെ കണ്ണുകളിൽ നോക്കി തല ഉയർത്തി നിൽക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടാവില്ല. പേടിച്ചരണ്ടായിരിക്കും പിന്നെ കുതിരപ്പന്തിയിലെ അവളുടെ ജീവിതം. എടി മിടുക്കി, അച്ഛനെ കടത്തി വിട്ടില്ല നീ. ഇവള് പറഞ്ഞതാ ശരി. ശത്രുവിന്റെ ഒപ്പമാണ് ഉറങ്ങുന്നതെന്നുള്ള ചിന്ത അനുനന്ദയുടെ രാത്രികളിൽ ദുസ്വപ്നമായിട്ട് വരും. അവളുടെ ജീവിതത്തിലെ എക്കാലത്തെയും പേക്കിനാവായിരിക്കും ഞാൻ. ആ, അച്ഛൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞതിന് വേണ്ട കടലാസ് പണികൾ നീക്കാൻ നോക്ക്. അല്ല, അവള് പറഞ്ഞത് ഇനി സംശയം ഒന്നും വേണ്ട. കുതിരപ്പന്തി വീട്, അതിന്റെ അവകാശം മോൾക്ക് കിട്ടിയേ പറ്റൂ. ആ, പേടിയുണ്ടോന്ന് ചോദിച്ചാ പേടിയുണ്ട് നന്ദേട്ടാ. നന്ദേട്ടൻ അറിയാലോ എന്റെ സ്വഭാവം. നന്ദേട്ടൻ അടുത്ത ദിവസം വരില്ലേ? ആ, ശരി നന്ദേട്ടാ. ഓക്കെ, ടേക്ക് കെയർ. അമ്മക്കുട്ടി പേടിച്ചേ. എന്റെ പ്രാണന്റെ പാതി അങ്ങ് പോയി. മേടിക്കുന്നേ. പ്രാണന്റെ പ്രാണനായ ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്തിനാണ് മാതാശ്രീ അവിടുന്ന് ഭയപ്പെടുന്നത്? ആര്യപുത്രനോട് അവിടുന്ന് പങ്കുവച്ച ഭയത്തിന്റെ പൊരുൾ നോ മനസ്സിലാക്കുന്നു. പ്രവീൺ പരമേശ്വരനും ദിവ്യപ്രഭയും അവരുടെ കല്യാണവും, അതല്ലേ പ്രശ്നം? നീ അവിടേക്കല്ലേ ചെന്ന് കേറുന്നെന്ന് ഓർക്കുമ്പോ അതിനെന്താ എന്റെ അമ്മക്കുട്ടി? ഞാൻ ബ്യൂട്ടിഫുൾ മാത്രല്ല, ബോൾഡും കൂടിയാ. എന്നോട് ആരെങ്കിലും കളിക്കാൻ വന്ന അവരെ ഞാൻ ഈ മാവ് പോലെ അരച്ച് ചുട്ടുപഴുത്ത ദോശക്കല്ലിൽ ഒഴിച്ച് പരത്തി തിരിച്ചു മറിച്ചുവിട്ട് ചുട്ടെടുത്ത് നല്ല മുളക് ചട്നിയും കൂട്ടി ഞമ ഞമാന്ന് തിന്നും. അല്ല പിന്നെ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളെന്ന് പറയുന്ന പോലെയാ എന്റെ അമ്മക്കുട്ടിക്ക് പേടിക്കാൻ ഓരോരോ കാരണങ്ങള്. ധീര വനിതയാവൂ നേതാവേ, ധീര വനിത. അട്ടക്കടി പൊട്ടക്കുളം ആനക്കടി നെറ്റിപ്പട്ടം ആട്ടുകല്ലിൽ അരച്ചു നിന്നെ ദോസിച്ചിട്ടോളാം. അട്ടക്കടി പൊട്ടക്കുള. കഴിഞ്ഞ ദിവസമേ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, നീ എന്തിനാ മോളെ ഇങ്ങനെ ആദി കൊള്ളുന്നത്? അല്ലമ്മേ, നമ്മുടെ ശത്രുക്കളെല്ലാം ഒന്നിക്കുവാ. അതിനിടയിലേക്കല്ലേ നമ്മുടെ കുഞ്ഞ് വലതുകാല് വെച്ച് ചെന്ന് കയറുന്നത്. നമ്മുടെ ചക്കിമോൾക്ക് ഒന്നും സംഭവിക്കില്ല, ഒരു വിഷമവും ഉണ്ടാവില്ല. നമ്മുടെ കുഞ്ഞിനെ വൈക്കത്തപ്പൻ കാത്തോളും. എന്റെ വൈക്കത്തപ്പ.
എവിടെ പോയി കിടക്കുവായിരുന്നടാ? എന്നാലും ഒളിയോ ഞങ്ങൾക്ക് ഇപ്പോഴും അങ്ങോട്ട് പിടികിട്ടുന്നില്ല നിന്റെ ഈ തീരുമാനം. എന്തുവാണ് ഇവനീ പറയുന്നത്? ഇവനെന്താ വെള്ളമാണോ? അവൻ പറഞ്ഞത് ശരിയല്ലേ? അനുവിനോടുള്ള പ്രതികാരം വീട്ടാനും അവളെ കൊണ്ട് നിന്റെ എച്ചിൽ പാത്രമൊക്കെ എടുപ്പിക്കാനും വേണ്ടിയാ നീ ആ കരിങ്കൽ കോറി സേനന്റെ മോളെ കെട്ടാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞില്ലേ? അതാ. അപ്പോ നിനക്കൊന്നും ഞാൻ പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലായിട്ടില്ല അല്ലേ? പ്രവീൺ പരമേശ്വരന് എന്താണ് മനസ്സിൽ കണ്ടതെന്ന് ഈ മണ്ടന്മാർക്ക് മനസ്സിലായിട്ട്. എന്നാ പിന്നെ നീ പറ, നിനക്കെന്താ മനസ്സിലായത്? അനുവിന്റെ സ്വഭാവം വെച്ച് നിന്റെ എച്ചിൽ പാത്രം അവളെടുക്കാനും നല്ല കഥയായി. ഡോക്ടർ വിപിനവിന് സമ്മതിക്കും. ഇവിടെയും നിനക്കിത്തിരി പിഴച്ചോന്നാ എൻ്റെ സംശയം. അല്ല, ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നിനക്ക് കിട്ടുമായിരുന്നു. എടാ മണ്ടൻ ഗുണാപ്പന്മാരെ, എനിക്ക് ആ കരിങ്കൽ മുതലാളിയുടെ മോളോട് പ്രേമോ മണ്ണാങ്കട്ടിയോ ഒന്നുമില്ല. അത് സത്യ. ചുമ്മാ അലങ്കരിച്ച് കൂടെ കൊണ്ട് നടക്കാം ഒരു സാധനം, അത്രേ ഉള്ളൂ. പക്ഷേ നാസിക്കിലെ കറൻസി നോട്ട് അച്ചടിക്കുന്ന കമ്മട്ടമില്ലേ, അത് വഴി കിടന്ന് കളഞ്ഞു കിട്ടിയവന്റെ സന്തോഷമായി എനിക്കിപ്പോ. സേനൻ അമ്മായിയപ്പൻ, 8 കോറികൾ, 5 ഫിനാൻസിയേഴ്സ്, ഏക്കർ കണക്കിന് സ്ഥലം, ഒരേ ഒരു മകൻ. ഇതല്ല ഇനി എന്റെയാ. ഫിനാൻസിയേഴ്സിലുള്ള കാശ് എപ്പോ വേണമെങ്കിലും ഈ പ്രവീൺ എടുക്കാം. പിന്നെ ആർക്കെങ്കിലും നടു റോട്ടിൽ വെച്ചൊരു ഉമ്മ കൊടുക്കണമെന്ന് തോന്നിയാ ഒന്നല്ല 18 ടിപ്പർ ലോറികളാ തൃശ്ശൂർ പൂരത്തിന് നിൽക്കുന്ന കൊമ്പന്മാരെ പോലെ നമുക്ക് വേണ്ടി ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് അറിയോ? പിന്നെ അനുവിന്റെ കാര്യം, അവളുടെ കഴുത്തിൽ വീഴുന്ന താലിക്ക് അൽപായുസ. ഡോക്ടർ വിപിൻ വല്ലഭന്റെ നെഞ്ചും കൂടിലെ 2 എയർ ബാഗുകളും ഞാനങ്ങ് പൊട്ടിച്ചു കളയും. നാളെ വിപിൻ ഒരു അപകടത്തിൽ മരിച്ച അനു ആരാ? 18-ാം വയസ്സിലെ വിധവ. ആ പാവത്തിനൊരു പുടവ കൊടുക്കാൻ നിലവിൽ ബന്ധു കൂടിയായ എനിക്ക് ഒരു ചാൻസ് കിട്ടില്ലേ? അതിന് നിന്റെ ഭാര്യയാവാൻ പോകുന്ന ദിവ്യപ്രഭയും അവളുടെ അച്ഛനെ സമ്മതിച്ചിട്ട് വേണ്ടേ? അവർക്കും ആക്സിഡന്റിൽ മരിക്കാലോ. പരലോകത്തേക്കുള്ള എക്സ്പ്രസ് ഹൈവേക്ക് എല്ലാവരും തുല്യ അവകാശികളാണ്. ഇനി എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഡ്രസ്സൊക്കെ നേരത്തെ എടുക്കണം. അനുക്കുട്ടിയെ കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കണം. ഇത് പിറന്നാളല്ല, കല്യാണമാ. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? ഞാൻ മലയാളത്തിൽ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. അതെ, കല്യാണം കിടക്കാച്ചിയായിരിക്കണം, കളർഫുൾ ആയിരിക്കണം. എന്നുവെച്ചാ അത് തന്നെ. എന്താണാവോ പങ്കജ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാ, പറയൂ പങ്കജ്. വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല. അനുക്കുട്ടിയുടെ കല്യാണത്തിന് ഒന്ന് ചമഞ്ഞൊരുങ്ങി നിക്കണം. അതിന് നീ ഇപ്പൊ ചമഞ്ഞൊരുങ്ങാതെയാണോ നടക്കുന്നേ? അയ്യോ, ഇതൊക്കെ ഗിഫ്റ്റാ ശങ്കരിയമ്മച്ചി. നിങ്ങളെ പോലെ നല്ല മനസ്സുള്ള അന്നദാതാക്കളുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന പാരിതോഷികങ്ങളാ. ആ ശരി, പങ്കജൻ കാര്യം പറയും. ചെറിയൊരാശ, ഇത്തിരി പോന്ന കുഞ്ഞനുറുമിനോളം ഉള്ളൊരു കുഞ്ഞാശ. കാര്യം പറയൂ പങ്കജ്. അത് പിന്നെ
ഡ്രസ് എടുക്കുമ്പോ എനിക്കൊരു ലാച്ച മതി, ഒരു പച്ച ലാച്ച. വലിയ വിലയുടെ ഒന്നും വേണ്ട, ഒരു 30,000-ന്റെ. സംഭവം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. 500 രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. ബാക്കി ചില്ലറ നന്ദൻ സാർ അങ്ങ് കൊടുത്താ മതി. 30,000 രൂപയോ? മതി, പച്ച മതി. ഞാൻ ചുമപ്പ് ഡ്രസ് ഇടുന്നതാ ശങ്കരി അമ്മച്ചിക്ക് ഇഷ്ടം നന്ദൻ സാറേ. അതല്ല. അയ്യോ സാമ്പാറ്. പണി തുടങ്ങട്ടെ. പണിയല്ലേ, മറക്കല്ലേ. ലാച്ച പച്ച ലാച്ച, ലാച്ച ലാച്ച പച്ച ലാച്ച, പച്ച പച്ച ലാച്ച ലാച്ച. അവളുടെ ഒരു ലാച്ചയും കോച്ചയും, അതും 30,000 രൂപയുടെ. എന്റെ ചക്കിയുടെ കല്യാണത്തിനല്ലേ അമ്മേ, അതിന് ആർക്ക് വേണ്ടി എത്ര ചെലവാക്കാനും എനിക്ക് സന്തോഷ. ബിബി ഡോക്ടറിന്റെ കല്യാണത്തിന് സുധീവേട്ട എന്തായാലും വരും. പുള്ളി ഇപ്പോഴേ അവിടെ അടുക്കി പറക്കി തുടങ്ങി. എനിക്ക് അവന് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമില്ല. തലേ ദിവസം വിളിച്ചിട്ട് വേണമെങ്കിൽ പറയും അളിയ സോറി എന്ന്. അതൊന്നും അല്ല, സ്വന്തം പെങ്ങളായ എന്നെ കെട്ടിക്കുമ്പോ വന്നില്ലെങ്കിൽ പോലും ബിബി ഡോക്ടറുടെ കല്യാണത്തിന് വരും. അവൻ വരും, എനിക്കറിയാം. അല്ല, എന്തായി ഒരുക്കങ്ങളൊക്കെ? ഒരു സുന്ദരി കുട്ടിയെ തന്നെ ഡോക്ടറിനെ കിട്ടിയല്ലോ. അപകടം, രക്തദാനം, പിന്നെ പ്രേമം. ഏതെങ്കിലും ഒരു സുന്ദര കുട്ടപ്പന് രക്തദാനം ചെയ്യാനുള്ള അവസരം ഞങ്ങളുടെ രഞ്ജുവിനും ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നീ എന്താ ഇവിടെ? ഡോക്ടർ അദ്ദേഹത്തെ നേരിട്ട് നിശ്ചയം ക്ഷണിക്കാൻ വന്നതാ. നിനക്കിപ്പോഴും തീർന്നില്ലല്ലേ ദേഷ്യം? എനിക്കെന്തിനു ദേഷ്യം? നട്ടലുള്ള ആണിന്റെ കൂടെ ജീവിക്കാനേ ഏത് പെണ്ണും കൊതിക്കുള്ളൂ. നിനക്കും തന്നിട്ടുണ്ടായിരുന്നോ വിവാഹ വാഗ്ദാനം? കാണുമായിരിക്കും അല്ലേ? ആശുപത്രി നഴ്സും ഒക്കെ ആവുമ്പം എന്തു വന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ. നീ എന്താ ഈ പറയുന്നേ? ഇത്രക്ക് ചീപ്പായിട്ട് സംസാരിക്കോ നീ? ഓ, സത്യം പറഞ്ഞപ്പോ ഡോക്ടർക്ക് പൊള്ളിയല്ലേ? ദിവ്യ, നീ പോ. ഇത് ഹോസ്പിറ്റലാ. ഇവിടെ നിനക്കെന്താ കാര്യം? നിന്നോടല്ലേ പോവാൻ പറഞ്ഞത്? എനിക്കറിയാം, എനിക്കിവിടെ ഒരു അവകാശം ഇല്ലാന്ന്. എനിക്ക് അവകാശം ഉള്ള സ്ഥലത്ത് വെച്ച് ഇതിലും ചീപ്പായി ഞാൻ ബാക്കി പറയാം. ഡോക്ടർ, ഞാനിപ്പോ വരാം. ഒന്ന് നിന്നേ. ഇയാള് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നീ എന്താണ് നഴ്സുമാരെ കുറിച്ച് കരുതിയിരിക്കുന്നേ? ദേ, കുറച്ചുകൂടെ മാനേഴ്സ് കാണിക്കണം. എടി ബോഡി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. മാനേഴ്സ് ഇയാൾക്ക് മാത്രം മതിയോ? ഈ യൂണിഫോമിനോടാണോ ഇതിന്റെ പുച്ഛം? ആണെങ്കിൽ സ്വന്തം ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്നവരാ ഞങ്ങള്. മുമ്പിലെത്തുന്ന ഏതൊരാളിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയും കാവലിരിക്കുകയും ചെയ്യുന്നവർ. ഹോ, മാലാഖമാർ അതാണോ പറഞ്ഞു വരുന്നത്? ശമ്പളം വാങ്ങിയിട്ട് തന്നെയല്ലേ, അല്ലാതെ ചുമ്മാതൊന്നുമല്ലല്ലോ നീയൊക്കെ ഈ മഹത്തായ സേവനം ചെയ്യുന്നത്. എത്ര ശമ്പളം കിട്ടിയാലും നിന്നെ പോലൊരാൾക്ക് ഇതുപോലുള്ള ദൈവികമായ ജോലി ചെയ്യാൻ പറ്റില്ല. ദൈവികമായ ജോലി